Ruho Kadisho Hadalo Hoshariro Leshubaho Arain Rahma Vahanono Lolam Volmi. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. എത്രയും ആദരണീയനായ ഗുരുവിനെ എബ്രഹാം അച്ഛൻ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ഏവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ഫാദർ പോൾ മാത്യു, വെള്ളിക്കുട്ട സെൻറ് തോമസ് ഇടവക അംഗമാണ്. ബോംബെ ഭദ്രാസനത്തിൽ സേവനമനുഷ്ഠിച്ച് റിട്ടയർമെൻ്റ് കഴിഞ്ഞ് വിശ്രമ ജീവിതം നയിക്കുന്നു. ഇവിടെ 1977-79 ITC ആരംഭിച്ചപ്പോൾ അതിലെ ആദ്യത്തെ സ്റ്റുഡൻ്റായി ഈ ദേറായുടെ പരിസരത്ത് താമസിക്കുവാനും ഇവിടുത്തെ ആത്മീയ അന്തരീക്ഷം അനുഭവിക്കുവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം സാന്ദർഭികമായി ഇന്ന് ഈ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ബലിയർപ്പിച്ച് നിങ്ങളെ അഭിമുഖീകരിക്കുവാനിടയായതിൽ സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് പുതുഞായറാഴ്ചയ്ക്ക് ശേഷമുള്ള ഒന്നാമത്തെ ഞായറാഴ്ചയാണ്. ഇന്ന് പരിശുദ്ധ ഏവൻഗേലിയോനിൽ നമ്മൾ വായിച്ചു കേട്ടത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് പല പ്രാവശ്യം ശ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ആദ്യത്തെ 2 പ്രത്യക്ഷതയിൽ കൂടി അവരെ കൂടുതൽ വിശ്വാസത്തിൽ ഉറപ്പിച്ച് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടി ധൈര്യപ്പെടുത്തിയെങ്കിലും അവർക്കത് വേണ്ടതുപോലെ ഉൾക്കൊള്ളാൻ കഴിയാതെ നിരാശയോടും പ്രതീക്ഷ നശിച്ചും നിരാശയോടുകൂടി അവർ പഴയ വേലയ്ക്ക് തന്നെ പോകുന്നു. ശ്ലീഹന്മാരിൽ തലവനായ പത്രോസ് ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന തൻ്റെ തൊഴിൽ നിർവഹിക്കാൻ പോകുന്നത് മറ്റുള്ളവരോട് പറഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റ്6 പേരും കൂടി ഞങ്ങളും കൂടെ പോരുന്നുവെന്ന് പറഞ്ഞ് അങ്ങനെ 7 പേര് അവർക്ക് പരിചിതമായ മീൻ പിടിക്കലിനായി ഗലീല കടൽ തീരത്തേക്ക് പോകുന്നു. വളരെ വൈദഗ്ധ്യം ഈ കാര്യത്തിൽ ഉള്ളയാളാണ് പത്രോസ്. രാത്രി മുഴുവനും അവിടെ കഠിനാധ്വാനം ചെയ്തെങ്കിലും ഒരു ചെറിയ മീൻ പോലും കിട്ടിയില്ല. വളരെ നിരാശരായി കഠിനാധ്വാനം ചെയ്ത് ക്ഷീണിച്ച് തളർന്ന് വിശന്ന് വലഞ്ഞ് സമയം മെനക്കെടുത്തി ഒന്നും കിട്ടാതെ വല കഴുകിയിരിക്കുമ്പോഴാണ് ഒരപരിചിതനെ പോലെ യേശു തമ്പുരാൻ അവരുടെ അടുക്കിലേക്ക് കടന്നു വന്ന് അവരോട് ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? കഴിക്കാൻ വല്ലതുമുണ്ടോ? ഒന്നും കിട്ടിയില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് കർത്താവ് അവരുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നത്. അവർ പറഞ്ഞു ഇല്ല. ഉടനെ കർത്താവ് മറുപടി പറയുന്നു, കടലിൻ്റെ വലത്തു ഭാഗത്തേക്ക് വല വീശുവീൻ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. എല്ലാം കഴിഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്നവര് മീൻപിടുത്തത്തിൽ മറ്റാരുടെയും പഠിപ്പിക്കൽ ആവശ്യമില്ലാതെ നല്ല വൈദഗ്ധ്യമുള്ള ഒരു നേതാവിനോടാണ് യേശുവാണെന്ന് മനസ്സിലാകാതെ ഒരു അപരിചിതൻ എന്ന് പറയുന്നു കടലിൻ്റെ വലത്തു ഭാഗത്ത് വലയിറക്കാൻ. സാധാരണഗതിയിൽ അത് കേട്ടാൽ വൈദഗ്ധ്യമുള്ള ആള് എടോ താൻ പോയി പണി നോക്ക്, ഈ കാര്യത്തിൽ എനിക്ക് നല്ല അറിവുള്ളതാ, ഞാൻ ഇത്രയും നേരം നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല, ഇനി താനാണോ എന്നെ പഠിപ്പിക്കാൻ വരുന്നത് എന്നാണ് ചോദിക്കേണ്ടത് നമ്മളൊക്കെ ആണെങ്കിൽ. എന്നാൽ അത്രമാത്രം നിരാശയും പ്രയാസവും ഉണ്ടായി തളർന്നിരിക്കുകയാണെങ്കിലും ആ അപരിചിതന്റെ വാക്ക് അനുസരിക്കുവാനായിട്ട് പത്രോസ് തയ്യാറായി എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനമായ കാര്യം. ഏതായാലും ഇത്രയും ചെയ്തല്ലോ, അയാൾ പറഞ്ഞതോടെ നോക്കിയേക്കാം എന്ന് ചിന്തിച്ച് വലതുഭാഗത്തേക്ക് വല വീശി. അപ്പോൾ പെരുത്ത മീൻകൂട്ടം വലയിൽ നിറഞ്ഞു. ഇവിടെ ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തെ പിരിഞ്ഞ് നമ്മൾ എന്തെല്ലാം വേലയ്ക്ക് പോയാൽ, നമ്മൾ എത്ര കഴിവും മിടുക്കുമുള്ളവരായാലും ദൈവത്തെ പിരിഞ്ഞ് നാം ജോലിക്ക് പോയാൽ അവിടെ നമുക്ക് ഒരു ഫുൾഫിൽമെൻറ്റും ഒരു ഫലപരമായ ഒന്നും ഉണ്ടാവുകയില്ല.
അവിടെ എപ്പോഴും നിരാശയും ദുഃഖവുമായിരിക്കും ഫലം. എന്നാൽ കർത്താവിനെ അനുസരിക്കുവാൻ നാം തയ്യാറായാൽ, എത്ര പ്രതിസന്ധികൾ ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ നാം തയ്യാറായാൽ അവിടെ വലിയ പ്രതിഫലം കിട്ടും. ഇവിടെ ഇതാണ് നാം കാണുന്നത്. കർത്താവാണെന്ന് അറിഞ്ഞില്ല, എന്നിട്ടും ആ വാക്കനുസരിച്ചപ്പോൾ വല നിറച്ച് മീൻ കയറി. അത് വലിച്ചു കയറ്റാൻ പ്രയാസമായി. അപ്പോൾ ആ പെരുത്ത മീൻകൂട്ടം കണ്ട ഉടനെ കൊച്ചു ശിഷ്യനായ യോഹന്നാൻ പറഞ്ഞു, അത് കർത്താവാകുന്നു, അത് കർത്താവാകുന്നു. ഇതുപോലെ ഒരു അതിശയം നടക്കണമെങ്കിൽ ഇത് കർത്താവിൻ്റെ പ്രവർത്തനമാണ് എന്നുള്ള ബോധ്യമുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ, ദൈവത്തെ അനുസരിച്ചും ദൈവഹിതത്തിനനുസൃതമായി നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളുടെയും കൃപയുടെയും നിറവ് ബോധ്യപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് ബോധ്യമാകും. കർത്താവിൽ അനുഗ്രഹീതരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇരുട്ട് എന്ന് പറയുമ്പോഴൊക്കെ ദൈവ സാന്നിധ്യമില്ലാത്ത അവസ്ഥയായിട്ട് അദ്ദേഹം വെളിപ്പെടുത്തുന്നു. എന്നാൽ എപ്പോഴെങ്കിലും പകലെന്നോ പ്രഭാതമെന്നോ വെളിച്ചമെന്നോ ഒക്കെ പറഞ്ഞാൽ അത് ദൈവ സാന്നിധ്യത്തിന്റെ നിറവ് കാണിക്കുന്നു. ഇവിടെ നേരം പുലരാറായപ്പോഴാണ് ഈ അപരിചിതൻ വന്നത്. അപ്പോൾ മീൻ പിടിച്ചപ്പോൾ വലിയ പെരുത്ത മീൻകൂട്ടം കിട്ടി. ദൈവ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവിടെ എപ്പോഴും നമുക്ക് നല്ല നിറവാർന്ന അനുഭവം ഉണ്ടാകും. അവരുടെ കണക്കിൻ പ്രകാരം 153 വലിയ മത്സ്യമാണ് വലയിൽ നിറഞ്ഞത് എന്ന് ബോധ്യപ്പെടുത്തുന്നു. ഈ 153 കുറിച്ചും പിതാക്കന്മാർ വലിയ വിശദീകരണങ്ങൾ നൽകുന്നുണ്ട്. 150 സങ്കീർത്തനങ്ങളും മോശയുടെ 3 പാട്ടുകളും ചേർന്നതാണ് ഈ 153 എന്ന് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു. അതുപോലെ തന്നെ അന്ന് നിലവിലുള്ള ആകെ ജാതികൾ 153 കടലിലുള്ള മത്സ്യങ്ങളുടെ വെറൈറ്റീസ് 153 ഇങ്ങനെയൊക്കെ പല വ്യാഖ്യാനങ്ങൾ അതിലുണ്ട്. ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: സഭയാകുന്ന ബലിയിൽ ഏതെല്ലാം തരത്തിലുള്ള ഏതെല്ലാം ജാതികൾ വന്നാലും അതുകൊണ്ടൊന്നും സഭയ്ക്ക് ഒരു കേടുപാടും ഉണ്ടാകുകയില്ല, വല കീറിയില്ല എന്ന് പറയും. ഇത്രയും പെരുത്ത മീൻകൂട്ടം ഉണ്ടായിട്ടും കനം കൂടിയിട്ടും വല കീറിയില്ല. വല എന്ന് പറയുന്നത് സഭയെ പ്രതിനിധീകരിക്കുന്നു. സഭ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. അവിടെ ഒന്നിനെയും മറ്റാർക്കും അതിനെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല. കേസും വഴക്കുകളും എതിർപ്പുകളും ഷണ്ഡകളും എല്ലാം ഉണ്ടായാലും സഭ ദൈവത്തിൻ്റെയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിവാസ സ്ഥലമാണ്. അതുകൊണ്ട് അതിനൊരിക്കലും കേടുപാടുകൾ ഉണ്ടാവുകയില്ല. ഇവിടെ സഭയാകുന്ന വലയിൽ എല്ലാവരെയും ഉൾക്കൊള്ളും എന്നത് പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ, രക്ഷിതാവ് എന്നുള്ളത് ഗ്രീക്കിൽ എഴുതി അതിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് എല്ലാം കൂടെ കൂട്ടി വായിച്ചാൽ ഇക്തൂസ് എന്നാണ് ആ പദം. ഇക്തൂസ് എന്ന് പറഞ്ഞാൽ മീനെന്നാണ്. അതുകൊണ്ട് ആദിമ സഭയിൽ ഈ കുരിശ് സിംബലായി വരുന്നതിന് മുമ്പ് മീനിന്റെ ചിഹ്നം ക്രിസ്തീയ കൂട്ടായ്മയിൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. കല്ലിലും മരത്തിലുമെല്ലാം മീനിന്റെ ചിഹ്നം കൊത്തിവെച്ചിരുന്നു. നമ്മുടെ ദേവാലയങ്ങളിലും ഇപ്പോഴും പല സ്ഥലങ്ങളിലും മീനിന്റെ ചിഹ്നം കാണാം. ഇത് രക്ഷിക്കപ്പെട്ടവരെ സൂചിപ്പിക്കുന്ന യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ, രക്ഷിതാവ് എന്നുള്ളതിൻ്റെ സിംബലായിട്ട് കാണുന്നു. ഇവിടെ പത്രോസും മറ്റു ശിഷ്യന്മാരും അത് യേശുവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുന്നു. അപ്പോൾ കർത്താവ്, നിങ്ങൾ വളരെ ക്ഷീണിച്ചിരിക്കുകയല്ലേ, വന്നു പ്രാതൽ കഴിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരുന്ന അപ്പവും മീനും കൊടുക്കുന്നു. കർത്താവിൻ്റെ കരുതൽ, താൻ പറഞ്ഞത് കേൾക്കാതെ
തന്നെ വിശ്വസിക്കാതെ പഴയ പണിക്ക് വേണ്ടി തിരിച്ചു പോയവരെ അവരായിരിക്കുന്ന സ്ഥലത്ത് അപരിചിതനെ പോലെ ചെന്ന് കണ്ട് അവരെ വീണ്ടും ധൈര്യപ്പെടുത്തുവാൻ കർത്താവ് കാണിക്കുന്ന ആ മനസ്സലിവ്, ക്ഷമ എത്ര വലുതാണ്. നാം എത്ര അകന്നു പോയാലും നമ്മെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കൈയും നീട്ടി കർത്താവ് എപ്പോഴും നമ്മുടെ അടുക്കിലേക്ക് വരുന്നവനാണ്. നമ്മൾ മനഃപൂർവ്വം അറിഞ്ഞു തിരിച്ചു ചെല്ലുകയല്ല, കർത്താവ് നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമ്മളെ തിരിച്ചെടുക്കാനായിട്ടുള്ള വഴികൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കർത്താവ് വന്ന് അവർക്ക് കർത്താവിനെ ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ കരുതൽ, അവർക്ക് വേണ്ടി ആഹാരം കരുതി വെച്ച ആ പ്രൊട്ടക്ഷൻ, കർത്താവിൻ്റെ കെയർ, കർത്താവിൻ്റെ ഷെയറിങ്, അതെത്ര വലുതാണെന്ന് ഓർക്കണം. ഒരു കാര്യം കൂടി കർത്താവ് പറയുന്നു, നിങ്ങൾ ഇപ്പോൾ പിടിച്ചതിൽ നിന്ന് കുറെ ഇങ്ങ് കൊണ്ടുവരൂ. വലിയ പെരുത്ത മീൻകൂട്ടം കിട്ടിയതല്ല, അതിന് കുറെ ഇങ്ങ് കൊണ്ടുവരാൻ പറഞ്ഞു. നമുക്ക് എന്ത് നന്മകൾ ദൈവം നൽകിയാലും അതിൽ നിന്നുള്ള ഒരംശം, നമ്മൾ പറയും 10-1 ദൈവത്തിനുള്ള, അതിങ്ങ് കൊണ്ടുവരാൻ കർത്താവ് ആവശ്യപ്പെടുന്നത് നമ്മുടെ എല്ലാ റിസോഴ്സസും ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. അതിൽ നിന്നൊരു പങ്ക് ദൈവം മുമ്പാകെ സമർപ്പിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും സബ്മിറ്റ് ഗോഡ് വിതൗട്ട് എനി കണ്ടീഷൻ, യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ ദൈവം മുമ്പാകെ നമ്മെ അർപ്പിക്കണം. ഒബേ ഗോഡ് വിതൗട്ട് ക്വസ്റ്റ്യനിങ്, ചോദ്യം ചെയ്യാതെ ദൈവം പറയുന്നത് എന്തും അനുസരിക്കാൻ നമുക്ക് കഴിയണം. ബിലീവ് ദ ട്രാൻസ്ഫോമിംഗ് പവർ ഓഫ് ഗോഡ്, രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ ശക്തിയിൽ നാം വിശ്വസിക്കണം. ഒന്നും കിട്ടുകയില്ല എന്ന് വെച്ച് നിരാശയായിരുന്ന അവസ്ഥയിൽ നിന്ന് പെരുത്ത മീൻകൂട്ടത്തെ ഉണ്ടാക്കിക്കൊടുത്ത ദൈവത്തിന്റെ വലിയ കരുതൽ, ദൈവത്തിന്റെ വലിയ ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക ശക്തി, അതിൽ നാം വിശ്വസിക്കണം. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകളെ, കുറവുകളെ ഓർക്കാതെ നമ്മളെ കരുതുകയും സ്നേഹിക്കുകയും നമുക്ക് വേണ്ടതെല്ലാം നൽകി പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് അവനെ അനുസരിച്ച് അവനിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ജീവിതത്തിൽ വലിയ വിജയം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ദൈവത്തിന്റെ പരിശുദ്ധ റൂഹായവർക്കും ഇടയാക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. ദൈവം നിങ്ങളെ